Ladies and boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ധ്രുവരാജ് പോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്ത് റീനേം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. വിഡ്ത്ത് 920, ഹൈറ്റ് 1080, ഡ്യൂറേഷൻ 10 seconds. പ്രസ് ഓക്കെ. ഫസ്റ്റ് ഞാൻ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ആക്കി ടൈം ലൈനിൽ. ഞാൻ ഈ ട്യൂട്ടോറിയൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇമേജസും അതിൻ്റെ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഇഫക്ട്സിൽ പോയി കീ ലൈറ്റ് ആഡ് ആക്കി. ഈ വീഡിയോയിൽ സ്ക്രീൻ കളറിൽ കാണുന്ന കളർ പിക്കർ സെലക്ട് ചെയ്ത് ഞാൻ ഈ ഗ്രീൻ കളറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഗ്രീൻ കളർ റിമൂവ് ആയി. നെക്സ്റ്റ് ഞാൻ ഈ ഇമേജ് ആഡ് ആക്കി എന്നിട്ട് ബോട്ടമിൽ പ്ലേസ് ചെയ്തു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി റൊട്ടേഷൻ 50 ഡിഗ്രി ആക്കി. ബോത്ത് കീ ഫ്രെയിംസ് ഈസി ചെയ്തു. ന്യൂ സോളിഡ് ലെയർ ആഡ് ചെയ്തു. ബൈ റൈറ്റ് ക്ലിക്ക് ന്യൂ സോളിഡ്. ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി ഗ്രേഡിയന്റ് റാമ്പ് ആഡ് ആക്കി. എൻ കളർ ബ്ലാക്ക് ആൻഡ് സ്റ്റാർട്ട് കളർ ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്തു. റാം സ്കാറ്റർ ഞാൻ 50 ആഡ് ആക്കി. ഇത് ന്യൂ സോളിഡിൽ ക്രിയേറ്റ് ചെയ്തു. റീനേം ചെയ്ത് ഫ്ലെയർ എന്ന് കൊടുത്തു. ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി CC മിസ്റ്റർ മെർക്കുറി ആഡ് ആക്കി. ആനിമേഷൻ ഫയർ. ഞാൻ ഈ ടോപ്പിക് കാണുന്ന 2 ലേയേഴ്സും ഹൈഡ് ചെയ്തു തൽക്കാലത്തേക്ക്. ഇനി ഞാൻ ഫിൽ ആഡ് ആക്കി. കളർ യെല്ലോ. റേഡിയസ് X ആൻഡ് റേഡിയസ് Y ഇൻക്രീസ് ചെയ്തു. ഇതുപോലെ റെസിസ്റ്റൻസ് 0.01. ബ്ലോബ് ഇൻഫ്ലുവൻസ് 25. ബ്ലോബ് ബേർത്ത് സൈസ് 0.07. ഞാൻ ഈ ഫ്ലെയർ സോളിലറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ 1 times 90 ഡിഗ്രി ആക്കി. ബ്ലോബ് ഇൻഫ്ലുവൻസ് 23. ഞാൻ ഈ ബോത്ത് ഫ്ലെയർ സോളിലർ പ്രീകോം ചെയ്തു. ഞാൻ ഫ്ലെയർ കോംബ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ബ്ലോബ് ഡെഡ് സൈസ് സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യുകയാണ്. ഇനി ഞാൻ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി ഡീപ് ഗ്ലോ ആഡ് ചെയ്യുന്നു. ഇത് തേർഡ് പാർട്ടി പ്ലഗിനാണ്. ഇതിൻ്റെ പകരം ആഫ്റ്റർ എഫക്ട്സിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഗ്ലോ ആഡ് ആക്കിയാലും മതി. എക്സ്പോഷർ 0.10. നെക്സ്റ്റ് ഞാൻ ഈ ബാക്കിൽ കാണുന്ന ഈ സർക്കിൾ കളർ ചേഞ്ച് ചെയ്ത് യെല്ലോ ആക്കുന്നു. അതിനെ ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി ടിൻറ്റ് ആഡ് ആക്കി. കളർ ബോത്ത് ചേഞ്ച് ചെയ്ത് യെല്ലോ ആക്കി. നെക്സ്റ്റ് ഞാൻ ഇതിൽ ഗ്ലോ ആഡ് ചെയ്തു. ഗ്ലോ ഇൻറ്റൻസിറ്റി 0.5. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഗ്രിഡ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനെ ഇഫക്ട്സ് പ്രീസെറ്റ്സിൽ പോയി ഗ്രിഡ് ആഡ് ആക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ സൈസ് ഫ്രം വിഡ്ത്ത് സ്ലൈഡർ, ബ്ലെൻഡിംഗ് മോഡ് സ്ക്രീൻ, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുക. ബോർഡർ 1. ബ്ലെൻഡിംഗ് മോഡ് ഞാൻ ചേഞ്ച് ചെയ്ത് ഓവർലേ ആക്കി. ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി ഞാൻ ടർബുലന്റ് ഡിസ്പ്ലേസ് ആഡ് ആക്കി. എമൗണ്ട് 10, സൈസ് 20. ഓൾഡ് കീ ഹോൾഡ് ചെയ്ത് എവല്യൂഷനിൽ കാണുന്ന സ്റ്റോപ്പ് വാച്ച് ഐക്കൺ പ്രസ് ചെയ്തു. ആഡ് എക്സ്പ്രഷൻ ടൈം മൾട്ടിപ്ലൈ 200. സ്കെയിൽ ഓപ്പൺ ചെയ്യുക. ഈ സർക്കിളിൻ്റെയും അതുപോലെ ഈ ക്യാരക്ടറിൻ്റെയും കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അറ്റ് ദ ബിഗിനിങ് സ്കെയിൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. 1 സെക്കൻഡിൽ പോയി ഞാൻ സ്കെയിൽ ഒറിജിനൽ സൈസ് ആക്കി.
ഓൾ കീ ഫ്രെയിംസ് ഈസി ഈസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റായി ക്രിയേറ്റ് ചെയ്യുക. ടോപ്പിൽ പ്ലേസ് ചെയ്ത് വെച്ചു. ഇഫക്ട്സ് ഓഫ് പ്രീസസ് പോയി ഗൗസിയൻ ബ്ലർ ആഡ് ആക്കി. കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഫോർ ബ്ലറിനെസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ബ്ലറിനെസ് 30 ആക്കി. 1 സെക്കൻഡ് പോയി ബ്ലറിനെസ് 0 ആക്കി. ഇനി ഞാൻ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ബ്ലറിനെസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. വീണ്ടും കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ബ്ലറിനെസ് 30 ആക്കി. ഇനി ഞാൻ ഈ ബാക്കി കാണുന്ന ലെയേഴ്സ് എല്ലാം കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇമേജ് ആഡ് ആക്കുകയാണ് ടൈം ലൈനിൽ. ഞാൻ ഇമേജ് 3D ആക്കി. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ ഇഫക്ട്സ് ഓഫ് പ്രീസസ് പോയി ടിൻറ്റ് ആഡ് ആക്കി ഡസ്റ്റ് ഇമേജിൽ. മാപ്പ് ബ്ലാക്ക് ടു ആൻഡ് മാപ്പ് വൈറ്റ് ടു ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കി. ഞാൻ ഈ ഡസ്റ്റ് ലെയർ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. ഓപ്പാസിറ്റി ഡിക്രീസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ സ്കെയിൽ ഇൻക്രീസ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ബാക്ക് ടു ഒറിജിനൽ സൈസ് ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഇനി ഞാൻ നെക്സ്റ്റ് ഇമേജ് ആഡ് ആക്കി. ഇത് ഞാൻ ഫോട്ടോഷോപ്പ് വഴി മാസ് ചെയ്ത ഇമേജ് ആണ്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഇല്ല എങ്കിൽ ഫോട്ടോപ്പിയ എന്ന വെബ്സൈറ്റിൽ കയറി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിൽ ഞാൻ കളറാമ ആഡ് ആക്കി. അണ്ടർ ഔട്ട്പുട്ട് സൈക്കിൾ യൂസ് പ്രീസെറ്റ് പാലറ്റ് സെപ്പിയ 2 സെലക്ട് ചെയ്തു. ഞാൻ ഈ ഇമേജ് 3D ആക്കി. എന്നിട്ട് പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ഇമേജ് സ്ലൈഡ്ലി സൂം ഇൻ ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി പൊസിഷൻ ഞാൻ സൂം ഔട്ട് ആക്കി. ഇതുപോലെ ബോത്ത് കീ ഫ്രെയിംസ് ഈസി ഈസ്. ഇനി ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ചെയ്തു. ഞാൻ ഈ ടെസ്റ്റ് ലെയർ ഇവിടെ പ്ലേസ് ചെയ്തു. ടെസ്റ്റ് ലെയർ ഞാൻ 3D ആക്കി. പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദിസ് ടെസ്റ്റ് ലെയർ ടോപ്പിൽ പ്ലേസ് ചെയ്ത് വെച്ചു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ടെസ്റ്റ് ഒറിജിനൽ പൊസിഷൻ ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഈ ടെസ്റ്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. പൊസിഷൻ കീ ഫ്രെയിം സ്ലൈഡ്ലി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇഫക്ട്സ് ഓഫ് പ്രീസസ് പോയി ഡീപ് ഗ്ലോ ആഡ് ആക്കി ബോത്ത് ടെസ്റ്റ് ലെയറിൽ. എക്സ്പോഷർ 0.10. നെക്സ്റ്റ് ഞാൻ ഈ നാഷണൽ ഫ്ലാഗിൻ്റെ വീഡിയോ ആഡ് ആക്കി പ്ലേസ് ചെയ്ത് ഇവിടെ ഇട്ടു. ഓപ്പാസിറ്റി ഡിക്രീസ് ചെയ്ത് വെച്ചു. ഞാൻ ഈ രണ്ടാമത് കാണുന്ന അഡ്ജസ്റ്റ്മെന്റ് ലെയർ കീ ഫ്രെയിംസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. ബ്ലറിനെസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഇവിടെ ബ്ലറിനെസ് 30. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ബ്ലറിനെസ് 0 ആക്കി. അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഇവിടെ സ്കെയിൽ സൈഡിൽ ഇൻക്രീസ് ആക്കി. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ഒറിജിനൽ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു.
ഇനി ഞാൻ ഈ ബോത്ത് ടെസ്റ്റ് ലെയേഴ്സിൻ്റെ വിഗിൾ ആനിമേഷൻ ആഡ് ആക്കുകയാണ്. അണ്ടർ ടെസ്റ്റ് ലെയർ ആനിമേറ്റ് പൊസിഷൻ, ആനിമേറ്റർ 1 ആഡ് പ്രോപ്പർട്ടി റൊട്ടേഷൻ, ആനിമേറ്റർ 1 ആഡ് സെലക്ടർ വിഗിളി, റൊട്ടേഷൻ പൊസിഷൻ 5 ആക്കി. ഈ സെയിം സ്റ്റെപ്സ് തന്നെ ഞാൻ മറ്റേ ടെസ്റ്റ് ലെയറിലും അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഈ രണ്ട് ടെസ്റ്റ് ലെയേഴ്സും അതുപോലെ വീഡിയോയും സെലക്ട് ചെയ്തു. ഒപ്പാസിറ്റി ഓപ്പൺ ആക്കി, കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഓവർ ഹിയർ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി 0 ആക്കി ഒപ്പാസിറ്റി. എന്നിട്ട് ബാക്കി ലെയേഴ്സ് ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ നെക്സ്റ്റ് ഇമേജ് ആഡ് ആക്കി ഓവർ ഹിയർ. അതുപോലെ ഈ ഒരു ബിൽഡിംഗ് ഇമേജും ആഡ് ചെയ്തു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ഹാൻഡ് ആനിമേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാൻ ഈ പപ്പറ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇമേജിൻ്റെ ബിഗിനിങ്ങിൽ ഞാൻ പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് ഇതുപോലെ ആനിമേറ്റ് ചെയ്യുന്നു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. ഞാൻ അതുപോലെ ഈ നാഷണൽ ഫ്ലാഗിൻ്റെ വീഡിയോ എൻഡിൽ കാണുന്ന ഒപ്പാസിറ്റി കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നു. ഞാൻ ഒപ്പാസിറ്റി ഓപ്പൺ ആക്കി ബോത്ത് ബിൽഡിംഗ് ആൻഡ് ക്യാരക്ടർ ഇമേജ്. കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ഒപ്പാസിറ്റി 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഒപ്പാസിറ്റി 100 ആക്കി ഫോർ ക്യാരക്ടർ ഇമേജ്. ബിൽഡിംഗ് ഇമേജിൻ്റെ ഒപ്പാസിറ്റി ഞാനൊരു 50 ആക്കി. ഇഫക്ട്സ് പ്ലേസസ് പോയി ഡീപ് ഗ്ലോ ആഡ് ആക്കി ക്യാരക്ടർ ഇമേജിൽ. എക്സ്പോഷർ 0.10. അതുപോലെ ഞാൻ ഈ പപ്പറ്റ് ടൂൾ എനിക്ക് ഈ ഫ്രെയിം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ പോയി ബ്ലറിനെസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഓവർ ഹിയർ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ബ്ലറിനെസ് 30 ആക്കി. ബാക്കി ലെയേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഫോർ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഗ്രീൻ സ്ക്രീൻ വീഡിയോ എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ വെച്ചു. സെക്കൻഡ് പാർട്ട് കാണുന്ന പോർഷൻസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ ക്യാരക്ടർ ആനിമേഷൻ ഫേഡിന് പകരം ഞാൻ പൊസിഷൻ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ ഒപ്പാസിറ്റി കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്തു. ഒപ്പാസിറ്റി 100. പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ബോട്ടമിലിട്ടു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ടോപ്പിലാക്കി. ഈസീസ് ബോത്ത് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തേർഡ് പാർട്ടിൽ ക്യാരക്ടർ ആൻഡ് സർക്കിൾ സ്കെയിൽ കീ ഫ്രെയിം ഓപ്പൺ ആക്കി സെറ്റ് ചെയ്തു. സ്കെയിൽ കീ ഫ്രെയിം ഓവർ ഹിയർ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ഇൻക്രീസ് ആക്കി. ഫോർ ഫോർത്ത് പാർട്ട് ഞാൻ ഈ സെക്കൻഡ് പാർട്ടിൽ കാണുന്ന ലെയേഴ്സ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ ഇന്ത്യൻ ഫ്ലാഗ് വീഡിയോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ തേർഡ് പാർട്ടിൽ കാണുന്ന ഈ പോർഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞാൻ മോദിയുടെ ഇമേജ് ആഡ് ആക്കി ടൈം ലൈനിൽ പൊസിഷൻ ആൻഡ് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഓവർ ഹിയർ ഡൗണിലാക്കി കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി അപ്പിൽ പ്ലേസ് ചെയ്ത് വെച്ചു. അതുപോലെ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. സ്കെയിൽ ഡിക്രീസ് ആക്കി കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഇൻക്രീസ് ചെയ്ത് വെച്ചു.
ഈസി സോൾവ് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ചെയ്ത് എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഫിൽ സോളിഡ് കളർ സ്ട്രോക്ക് നൺ. ഫിൽ കളർ റെഡ്. ഞാൻ ഈ ഷേപ്പ് ലെയർ മോദി ഇമേജിൻ്റെ ബാക്കിലിട്ടു. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. സ്കെയിൽ ഡിക്രീസ് ആക്കി. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ഇൻക്രീസ് ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ് ആൻഡ് സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ ഈ മോദി ഹാൻഡ്സ് ആനിമേറ്റ് ചെയ്യുകയാണ്. പപ്പറ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഓരോ പോയിന്റ്സ് ആഡ് ആക്കുക. എന്നിട്ട് ഹാൻഡ് ഇതുപോലെ പ്ലേസ് ചെയ്യുക. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി വീണ്ടും ഇതുപോലെ ആനിമേറ്റ് ചെയ്യുക. ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഇവിടെ പ്ലേസ് ചെയ്ത് എൻ്റെ ബ്ലറിനെസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ചേസ് 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ബ്ലറിനെസ് 30 ആക്കി. And that's it, ladies and boys and girls. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.